ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 28, വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ. ഇറ്റലിയിൽ നേപ്പിൾസിനടുത്തുള്ള റോക്ക സേക്ക എന്ന സ്ഥലത്ത് ഒരു പ്രഭു കുടുംബത്തിലാണ് തോമസ് അക്വീനസ് ജനിച്ചത്. പല രാജകുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന മാതാപിതാക്കൾ 5 വയസ്സ് പ്രായമുള്ള തോമസിനെ ബെനഡിക്റ്റൻ സന്യാസികളുടെ കീഴിൽ മോന്തോ കസിനോയിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. 11-ാം വയസ്സിൽ നേപ്പിൾസ് സർവകലാശാലയിലേക്ക് അയക്കപ്പെട്ടു. 1240-നും 1243-നും മധ്യേ ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. പ്രഭു കുമാരനായ തോമസ് ഡൊമിനിക്കൻ യാചകവേഷം ധരിച്ചത് മാതാപിതാക്കൾക്ക് സഹിച്ചില്ല. അമ്മയുടെ പ്രേരണയാൽ സഹോദരങ്ങൾ തോമസിനെ 2 കൊല്ലം ഒരു മുറിയിൽ കാരാഗ്രഹവാസം അനുഭവിപ്പിച്ചിട്ടും തോമസിന്റെ ആഗ്രഹത്തിന് മാറ്റം വരാത്തതിനാൽ ഒരു വേശ്യയെ തോമസിന്റെ മുറിയിലിട്ടടച്ചു. അല്പസമയം പ്രാർത്ഥിച്ച ശേഷം തോമസ് ഒരു തീക്കൊള്ളിയെടുത്ത് അവളെ ആട്ടിപ്പായിച്ചിട്ട് പ്രലോഭനത്തിൽ അകപ്പെടുത്താതിരുന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 മാലാഖമാർ വന്ന് തോമസിന്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു, നിത്യ കന്യകാത്വമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. നേപ്പിൾസിൽ വെച്ച് കുരിശു രൂപത്തിനരികിൽ നിന്ന് ഒരു സ്വരം കേട്ടു, തോമസേ, എന്നെപ്പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു, പകരം എന്തു വേണം? കർത്താവേ, അങ്ങയെ ഒഴിയെ വേറെയൊന്നും എനിക്ക് വേണ്ട എന്നു പറഞ്ഞ തോമസ് മാലാഖമാർക്കടുത്ത വേദപാരംഗതനും വിശുദ്ധരിൽ വെച്ച് വിജ്ഞനും വിജ്ഞരിൽ വെച്ച് വിജ്ഞനും കത്തോലിക്ക കലാശാലകളുടെ മധ്യസ്ഥനുമായി മാറിയ തോമസ് 1274 ലിയോൺസിലെ സൂനകദോസിൽ പങ്കെടുക്കാൻ പോകും വഴി ഫോസോ നോവിൾസ് സിസ്റ്റേഴ്സ്യൻ സന്യാസികളുടെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം ദിവംഗതനായി. 1323 ജൂലൈ 18 തോമസ് അക്വീനോസിനെ ജോൺ 22-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ തോമസ് അക്വീനോസെ, ഞങ്ങളും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.